ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയ മിനി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒത്തിരി ഒരു വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഒരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇട്ടേക്കാമെന്ന്. നിങ്ങളീ കാണുന്ന പോലെ നമ്മുടെ സുന്ദരികളെല്ലാം നല്ല സുഖമായിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോഴിപ്പൂവിന് ഒത്തിരി വലുതായി നല്ല സുന്ദരനായി. ഇപ്പം അത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാണ്. അത് നമ്മൾ വെറുതെ കടയിൽ നിന്ന് ഗിരിരാജ ഇനത്തിൽപ്പെട്ടതാണ്. ഒരു 2 കോഴികൾ, ഒരു പെടേനെ ഒരു പൂവനെ മേടിച്ചായിരുന്നു. അപ്പോൾ ആ പെട കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചത്തുപോയി. പൂവൻ ഇപ്പോഴും നല്ല ഉഷാറായിട്ടിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. കൊത്താനൊക്കെ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ കൂട്ടി കയറുമ്പോഴത്തേക്കും കൊത്താൻ തുടങ്ങി. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇന്നത്തെ ഒരു സന്തോഷ വർത്താനം എന്ന് പറയാനുള്ളത്, നിങ്ങൾക്കറിയാലോ എനിക്ക് 25 കോഴികളാണ് ഉള്ളത്, പിടകൾ. 25 പേരും ഇന്ന് മുട്ടയിട്ടു. ഇത്രയും നാൾ നമുക്ക് ആദ്യം തുടക്കത്തിൽ 3-4 പേര് തുടങ്ങി. അതിങ്ങനെ കൂടി വന്ന് 23, 24 അങ്ങനെയായിരുന്നു നമുക്ക് ഡെയിലി മുട്ട കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നലെ വരെ നമുക്ക് 24 മുട്ടയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് 25 പേര് മുട്ടയിട്ടു. അപ്പോൾ അത് ശരിക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെ. നിങ്ങൾക്കറിയാം, കോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വീട്ടമ്മമാരായാലും ആരായാലും എല്ലാവർക്കും അറിയാം, നമ്മൾ വളർത്തുന്ന അതൊക്കെ ചുരുക്കമാണ് സത്യം പറഞ്ഞാൽ, അല്ലേ? നമ്മൾ വളർത്തുന്ന എല്ലാ കോഴികളും മുട്ടയിടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് അവരൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന മൊത്തം കോഴികൾ ഇപ്പോൾ ഒരു 100 കോഴി വളർത്തിയാൽ അതിലൊരു 80 പേര് 85 പേര് അങ്ങനെ ഒരു കണക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ 25 പേരിൽ 25 പേരും മുട്ടയിടാൻ തുടങ്ങി ഇന്ന്. ഇനിയിപ്പോൾ നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് അത് കിട്ടിയത് കൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഒരുപക്ഷെ ഇത് വേറെ തീറ്റ രീതികളായിരിക്കും, ആ കറക്റ്റ് കണക്കനുസരിച്ച് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം, നമ്മുടെ ഒരു നോട്ടം അതുപോലെ ചെല്ലുന്നത് കൊണ്ടായിരിക്കാം. എന്തൊക്കെയായാലും ഇവരും എല്ലാവരും മുട്ടയിടാൻ തുടങ്ങി. അത് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്ക് നിങ്ങളീ കാണുന്ന പോലെ വലിയൊരു കൂടാണ്, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഞങ്ങൾ കൂടുണ്ടാക്കിയേക്കുന്നത്. അപ്പം ചില വീഡിയോയിൽ ഞാൻ കണ്ടു ഈ കോഴികളെ അധികം നടത്താൻ പാടില്ല എന്ന്. അപ്പം അതും കാരണം ഇത് സാധാരണ ഇനത്തിൽപ്പെട്ടതല്ലല്ലോ, അങ്ങനെ ഞാൻ കേട്ടു. ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. എനിക്കിങ്ങനെ കോഴികളെ വളർത്തിയിട്ടൊന്നും ഒരു ശീലമില്ല. അപ്പം നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഒരു 3-4 മാസത്തിനുള്ളിൽ ഈ കൂട് നിറയും. അത് ഞങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ നാട്ടിൽ ചെല്ലാൻ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളില്ലാതെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളില്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് അച്ചാച്ചിക്കും അമ്മച്ചിക്കും അവർക്ക് നോക്കാനൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴികളുടെ മുട്ട ഉൽപ്പാദനം നിൽക്കുമ്പോഴത്തേക്കും കുറയുമ്പോഴത്തേക്കും അടുത്ത ബാച്ചിനെ ഇറക്കി അവർ മുട്ടയിടാൻ തുടങ്ങണം. അതാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. അപ്പോൾ ഒരു മെയ് ജൂൺ ആകുമ്പോഴത്തേക്കും അടുത്ത ബാച്ചിനെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇറക്കണം. അപ്പം ഞാൻ മേടിച്ച ആ സ്ഥലത്തു നിന്ന് തന്നെ മേടിച്ചാൽ എനിക്ക് 100% നിങ്ങളോട് ഇപ്പോൾ ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ്. കാരണം ഒരാൾക്ക് പോലും ഒരു ഫുള്ളി വാക്സിനേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം, ഒരാൾക്ക് പോലും ഒരു അസുഖങ്ങളോ ഒന്നും ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. അതുപോലെ എല്ലാ കോഴികളും മുട്ടയിടാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോസിലൊക്കെ ഒത്തിരി കണ്ടിട്ട് ഒത്തിരി നഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തും പറയുന്നത്. ആർക്ക് വേണേലും ചെയ്യാൻ പറ്റിയൊരു സംരംഭമാണിത്, അങ്ങനെയല്ലേ പറയുന്ന സംഭവമാണിത്. അപ്പോൾ ആർക്ക് വേണേലും നല്ല ഉഷാറായിട്ട് ചെയ്യാൻ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. എൻ്റെ കോഴി വളർത്തലിൽ എനിക്ക് നാട്ടിൽ ചെന്നിട്ട് നല്ല ഉഷാറായിട്ട് നല്ല സൂപ്പറായിട്ട് എനിക്ക് കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഞാൻ ഹാപ്പിയാണ്. ഓരോ ദിവസവും അമ്മച്ചി ഇങ്ങനെ മുട്ട ഇങ്ങനെ പെറുക്കി വെച്ച് കൊച്ചെനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അതിൽ ചിലത് വെള്ളമുട്ടയുണ്ട്, അതെന്നെ അറിയത്തില്ല. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ചില മുട്ടകൾ ഭയങ്കര കുഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ മുട്ടകളും സെയിം വലിപ്പത്തിൽ ആണുള്ളത്. അപ്പം 3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുന്നത്. അത് 8 രൂപ നിരക്കിൽ ഞാൻ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും എല്ലാവരും എന്നോട് ഒത്തിരി ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളെ മേടിച്ച അവിടുത്തെ കോൺടാക്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം
ആർക്കാണോ ഹെൽപ്പ് വേണ്ടത്, ഏതൊക്കെ രീതിയിലാണോ എനിക്കറിയാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.